ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്ഡേറ്റ്സ് വളരെ കുറവായതുകൊണ്ടാണ് വീഡിയോ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടാവും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ജനനായ അപ്ഡേറ്റ്, കൈദി 2 അപ്ഡേറ്റ്, എൽസി പെൻസ് അപ്ഡേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് കൈദി 2 ഷെഡ്യൂൾഡ് ആയിരുന്നു എന്നാണ് മുൻപുള്ള വാർത്ത. എന്നാൽ ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കൈദി 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴല്ല, ടൈം എടുക്കും. എന്തായാലും 2026 റിലീസ് ചാൻസ് കുറവായിരിക്കും. പക്ഷെ ലോകേഷ്, രജനി, കമൽ പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവായത് കൊണ്ട് കൈദി 2 ചെയ്യാനാണെന്നാണ് റൂമേഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൈദിന് ഷൂട്ട് തുടരുണ്ടാവും. 2026 ഷൂട്ട് തുടങ്ങിയ മിനിമം 2027 ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും റിലീസാകാനുള്ള ചാൻസുകൾ അധികമാണ്. എന്തായാലും ലോകേഷിന്റെ ഡൗൺഫോൾ ഒന്നും ശരിയാകാൻ കൈദി 2 ഒരു നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും വരുമെന്ന് തന്നെ കരുതാം. അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ. അനൗൺസ്മെന്റ് വന്നായിരുന്നു. ഇനിയിപ്പോൾ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ വരാണ്ട് വരുമെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ജനനായകന്റെ അപ്ഡേറ്റ് പറയാം. അപ്ഡേറ്റ്സ് എല്ലാം നേരത്തെ പോസ്റ്റ്പോൺ ചെയ്തതാണ്. വിജയ്ക്ക് മുൻപുണ്ടായിരുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിജയ് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യവും ചെയ്തതിനു ശേഷം മാത്രമേ സിനിമ അപ്ഡേറ്റ്സ് വരാൻ പാടുള്ളൂ എന്ന് വിജയ് സൈഡിൽ നിന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ പ്രൊഡക്ഷൻ അപ്ഡേറ്റ്സ് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാം വിജയ് ചെയ്തു കഴിഞ്ഞതുകൊണ്ട് നവംബർ ഫസ്റ്റ് വീക്കോടെ, അതായത് ഈ വീക്കോടെ തന്നെ അപ്ഡേറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ആഴ്ച എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് വരാം അനൗൺസ്മെന്റ് ആയിട്ട്. എന്താ അപ്ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് സിംഗിൾ തന്നെയാണ് വരുന്നത്. അനൗൺസ്മെന്റും സോങ്ങും ഈ ആഴ്ച നമുക്ക് കാണാവുന്നതാണ്. ജനനായകന്റെ ഓഫ്ലൈൻ പ്രൊമോഷൻ ഇനി സാധ്യതയില്ലാത്തത് കൊണ്ട് ഓൺലൈൻ ഏതിനൊക്കെ ടോപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് നോക്കുന്നത്. സോങ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മാസം തന്നെ ടീസർ വരാൻ സാധ്യതയുണ്ടെന്ന് ചില ട്രാക്കർമാർ പറയുന്നുണ്ട്. എന്തായാലും അത് ഉറപ്പില്ല. എന്നാലും ടീസർ വരാൻ ചാൻസുകൾ അധികമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ജനനായകന് ടീസറും ഉണ്ട്, ട്രെയിലറും ഉണ്ട്. അങ്ങനെ 2 അപ്ഡേറ്റുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇതൊരു വലിയൊരു കാര്യമാണ്. കാത്തിരുന്നതിന് നോക്കാം. ബെൻസിന്റെ ഷൂട്ടിംഗ് സ്പോട്ട് പിക്കൊന്ന് പുറത്തു വന്നായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അത് LCU ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഷൂട്ടിംഗ് സ്പോട്ട് പിക്ക് ഒരു നോർമൽ പിക്കായിട്ടേ ഫസ്റ്റ് തോന്നിയെങ്കിലും എന്നാൽ LCU നോക്കുമ്പോൾ അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിയോയിലുള്ള ദാസാൻഡ്ര ഫാക്ടറിയാണ് ആ സെറ്റിലുള്ളത്. അത് LCU എന്ന രീതിയിൽ മാരക സംഭവമാണ്. ഓൾറെഡി എലിസ ദാസും ആന്റണി ദാസും ക്യാമിയോസ് ഉണ്ടെന്ന റൂമേഴ്സ് ഉണ്ട്. സോ ലിയോ ആയിട്ട് നല്ലൊരു ബന്ധമുള്ള പടമായിരിക്കും ബെൻസ് എന്ന് ഉറപ്പ്. ലിയോ ദാസിന് ചില പോർഷൻസ് കാണിക്കുമോ എന്നാണ് ആകാംക്ഷയുള്ളത്. പുതിയ സീൻ കാണിക്കണമെന്നൊന്നുമില്ല. ലിയോ പടത്തിലുള്ള സീൻ തന്നെ അതിൻ്റെ ഇങ്ങനെ എലിവേഷൻ പോലെ അല്ലെങ്കിൽ ആ പടത്തിന്റെ ടൈം ലൈനായി കണക്റ്റായി ബെൻസ് മൂവി കാണിക്കുന്നതോ മതി. എന്തായാലും വൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത്? കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.